ബാലരാമപുരത്തെ 2 വയസ്സുകാരിയെ കൊന്നത് താനെന്നാവർത്തിച്ച അമ്മാവൻ ഹരികുമാർ. ജീവനോടെ കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിഞ്ഞുവെന്നാണ് ഹരികുമാറിന്റെ മൊഴി. കുട്ടിയുടെ അമ്മയെയും പ്രതി ചേർക്കാൻ സാധ്യതയുണ്ട്. സഹോദരനും സഹോദരിയും നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ പോലീസ് പരിശോധിച്ചു. അന്വേഷണം നടക്കുന്നുവെന്നും ചില കാര്യങ്ങൾ ഹരികുമാർ മാറ്റി പറയുന്നുണ്ടെന്നും ഡിവൈഎസ്പി പറഞ്ഞു. അതേസമയം 2 വയസ്സുകാരിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. വിവരങ്ങളുമായി രശ്മി കാർത്തിക് ഒപ്പം ചേരുന്നു. രശ്മി, ഇപ്പോഴും മൊഴികൾ മാറ്റി പറയുന്നുണ്ടോ ഹരികുമാർ? എന്തുകൊണ്ടാണ് ഹരികുമാർ കുറ്റം സമ്മതിച്ചിട്ടും ഈ കുട്ടിയുടെ അമ്മ, അതായത് ഹരികുമാറിൻ്റെ സഹോദരിക്കും പങ്കുണ്ട് എന്ന സംശയത്തിൽ ഇപ്പോഴും പോലീസ് നിൽക്കുന്നു? അത്തരത്തിലുള്ള ഒരു സംശയം തന്നെയാണ് പോലീസിന് നിലനിൽക്കുന്നത്. ഈ കുഞ്ഞിന്റെ അമ്മാവൻ കുറ്റം സമ്മതിച്ചു എങ്കിൽ പോലും ഇത്തരത്തിൽ അമ്മയ്ക്ക് പങ്കുണ്ടോ എന്നുള്ള ചില സംശയങ്ങളാണ് നിലനിൽക്കുന്നത്. ഇവരുടെ മൊഴികളിൽ ഉൾപ്പെടെയുള്ള വൈരുദ്ധ്യമാണ് അതിന് കാരണം. അതുകൊണ്ട് തന്നെ അമ്മാവനാണ് ഈ കൃത്യം ചെയ്തത് എന്നുള്ളത് പൂർണ്ണമായും പോലീസ് വിശ്വസിക്കുന്നില്ല. ഏതായാലും അമ്മാവൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. കൊലപ്പെടുത്തിയത് താനാണ് എന്നുള്ളത് തന്നെയാണ് അമ്മാവൻ ഹരികുമാർ പോലീസിന് മൊഴി നൽകിയത്. ഏതായാലും ഒന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള അത് ഉറപ്പിക്കാനുള്ള ഒരു നീക്കത്തിലാണ്, അത്തരത്തിലുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ 2 വയസ്സുകാരിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നിലവിൽ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ബാലരാമപുരത്തെ വീട്ടിലേക്കാണ് ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹവുമായി ബന്ധുക്കൾ പോകുന്നത്. കുഞ്ഞിന്റെ മുത്തശ്ശിയായ രാഗിനിയുടെ കുടുംബ വീട്ടിലായിരിക്കും ഈ മൃതദേഹം സംസ്കരിക്കുക. മരണകാരണം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം പോലീസിന് ഡോക്ടർമാർ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് നൽകും. അത് അല്പസമയത്തിനകം തന്നെ മരണകാരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം കുഞ്ഞിന്റെ മൃതദേഹവുമായി ഇപ്പോൾ ബന്ധുക്കൾ ബാലരാമപുരത്തെ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ പോലീസ് സ്റ്റേഷനിലുള്ള നടപടിക്രമങ്ങൾ നിലവിൽ പുരോഗമിക്കുകയാണ്. ശരി, ശാലിനി കൂടി ഒപ്പം ചേരുന്നുണ്ട്. രശ്മി കാർത്തിക തുടരുക. ശാലിനി, ഈ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തുവല്ലോ. എവിടെയാണ് ഈ കുഞ്ഞിനെ സംസ്കരിക്കുക? കൃഷ്ണരാജ്, നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് കോട്ടുകാൽ കോണത്ത് ഈ സംഭവം നടന്ന ഇന്ന് രാവിലെ ഈ സംഭവം നടന്ന കുട്ടിയെ മരിച്ച നിലയിൽ കാണപ്പെട്ട വീട്, അതിന് സമീപത്തൊരു കുടുംബ വീട് ഉണ്ട്. രാഗിണി എന്ന് പറയുന്ന മുത്തശ്ശി അവിടെയുണ്ട്. ആ മുത്തശ്ശിയുടെ വീട്ടിലേക്കാണ് ഈ കുഞ്ഞിന്റെ മൃതദേഹം കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. പൊതുദർശനം അടക്കമുള്ള ചടങ്ങുകൾ അവിടെ ആകും എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമോ വ്യക്തതയോ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം കുട്ടിയുടെ പിതാവ് അടക്കമുള്ളവർ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഏതെങ്കിലും തരത്തിൽ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി പോലീസ് ഇവിടേക്ക് ഈ കുഞ്ഞിനെ കാണിക്കാനായി കുടുംബത്തെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അല്ല എങ്കിൽ ഈ നടപടികൾ പൂർത്തിയാക്കി മോർച്ചറിയിലേക്ക് മാറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ നിലവിൽ ഇതൊന്നും വ്യക്തത ഇപ്പോൾ വന്നിട്ടില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം ഈ സംഭവം നടന്ന അല്ലെങ്കിൽ ഈ കൃത്യം നിർവഹിച്ച വീടിന് സമീപത്തുള്ള ഏകദേശം 200 മീറ്ററിനപ്പുറത്തുള്ള മറ്റൊരു വീട്ടിലേക്കാണ് ഈ മൃതദേഹം കൊണ്ടുവരിക എന്നുള്ളതാണ്. അവിടെ പൊതുദർശന ചടങ്ങുകൾക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നുള്ളതാണ് കുടുംബം, രാഗിണി എന്ന് പറഞ്ഞ മുത്തശ്ശിയും മറ്റ് കുടുംബാംഗങ്ങളും അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അതേസമയം തന്നെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും ഈ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ ഈ മണിക്കൂറിലും തുടരുകയാണ്. 4 പേർ, അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ, അമ്മ, അമ്മയുടെ സഹോദരൻ ഹരികുമാർ, ഒപ്പം തന്നെ മുത്തശ്ശി, അമ്മയുടെ അമ്മ അടക്കമുള്ള 4 പേരെയാണ് പോലീസ് ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഘട്ടം ഘട്ടമായി ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന, അനൌദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുന്ന കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ ഹരികുമാർ ഈ കൊലപാതക കുറ്റം ഏറ്റെടുത്തിട്ടുണ്ട്. താൻ തന്നെയാണ് ഈ കുഞ്ഞിനെ കൊന്നത് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്കാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ പരിശോധനകളും അന്വേഷണവും തുടരുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെയോടുകൂടി ചില അസ്വാരസ്യങ്ങൾ ഈ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഭാഗമായി താൻ ഈ കുഞ്ഞിനെ വകവരുത്തി എന്നുള്ളതാണ് ഹരികുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. രാവിലെ ഈ കുട്ടിയെ കാണാനില്ല എന്ന 7 മണിയോടുകൂടി വാർത്ത പുറത്തേക്ക് വരുന്നു. അതിനുശേഷം കുടുംബാംഗങ്ങൾ അടക്കമുള്ളവർ അന്വേഷിക്കുന്നു. പിന്നീട് പോലീസിലേക്ക് പരാതി എത്തുന്നു. മിസ്സിംഗ് കേസിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. ജനപ്രതിനിധികൾ അടക്കം അവിടെ എത്തുകയും ചെയ്യുന്നു. പിന്നീടാണ് ചില
ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ കിണറിൽ പരിശോധന നടത്തിയപ്പോൾ കിണറ്റിൽ മരിച്ച നിലയിൽ കുഞ്ഞിനെ കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണങ്ങളും 4 പേരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്തത്. വലിയ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ 4 പേരുടെയും മൊഴികളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തുടക്കം മുതൽ തന്നെ പോലീസ് വ്യക്തമാക്കുന്നത്. അമ്മ പറഞ്ഞത് അമ്മയുടെയും സ്വന്തം പിതാവിന്റെയും സഹോദരിയുടെയും ഒപ്പം ഈ കുഞ്ഞ് ഉറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. രാവിലെ പുലർച്ചെ മൂത്ത സഹോദരി പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ എണീറ്റിയപ്പോൾ അതിന്റെ കൂടെ എണ്ണീറ്റ് ഈ കുഞ്ഞിനെ അച്ഛനോടൊപ്പം കിടത്തി പുറത്തേക്ക് പോയി എന്നുള്ളതാണ് അമ്മ ശ്രീജു പറയുന്നത്. അതേസമയം തന്നെ മുത്തശ്ശി പറയുന്നതും അച്ഛന്റെ അമ്മയുടെയും ഒപ്പം ഈ കുഞ്ഞ് കിടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതല്ല, മറിച്ച് അമ്മാവന്റെ കൂടെയാണ് എന്നുള്ള ചില മൊഴികളും ഇതിന് പിന്നാലെ വരികയും ചെയ്തു. പക്ഷെ അമ്മാവൻ ഇതിനെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാവിലെ 7 മണിയോടുകൂടി വീട്ടിനുള്ളിൽ അമ്മാവൻ ഉറങ്ങിയ മുറിയിൽ കട്ടിലിൽ തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തീ പിടുത്തതിന് ശേഷമാണ് ഈ കുഞ്ഞിനെ കാണാതാകുന്നത് എന്നുള്ളതാണ് കുടുംബം പുറംലോകത്തെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടെയാണ് ചില സംശയങ്ങളും ദുരൂഹതകളും ഉയരുകയും ചെയ്തിട്ടുള്ളത്. ഏറെ നാളത്തെ അകൽച്ചയ്ക്ക് ശേഷം കുഞ്ഞിന്റെ പിതാവ് ഈ വീട്ടിലേക്ക് എത്തുന്നു. മുത്തശ്ശന്റെ 16 ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് ബന്ധുക്കളും മറ്റാളുകളും അവിടെ എത്തുന്നു. അപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ള ദുരൂഹതകൾ നീക്കാൻ പോലീസ് ശ്രമം നടത്തുമ്പോഴാണ് ചില വാട്സപ്പ് ചാറ്റുകളടക്കം അമ്മയും സഹോദരനും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളടക്കം പുറത്തേക്ക് വരുന്നതും ചില ഇടപാടുകൾ ഇവരും തമ്മിൽ നടത്തിയിട്ടുണ്ട്. അതിന്റെയൊക്കെ പ്രതികാരം വീട്ടിയതാണ് ഈ കൊലപാതകത്തിലേക്ക് എന്നുള്ള ചില അനൌദ്യോഗിക സൂചനകൾ കൂടി ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അമ്മയും സഹോദരനും നടത്തിയ ചില വഴിവിട്ട ഇടപാടുകൾ, ആ വഴിവിട്ട ഇടപാടുകളുടെ ശത്രുതകൾ ഒപ്പം തന്നെ അതിന് ഭാഗമായിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്നുള്ള രീതിയിലുള്ള സ്ഥിരീകരണത്തിലേക്കാണ് പോലീസ് ഈ ഘട്ടത്തിൽ എത്തുന്നത്. ഈ വാട്സപ്പ് ചാറ്റ് അടക്കം കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കുഞ്ഞിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുകയാണ്. ഏത് സാഹചര്യത്തിൽ സാമ്പത്തിക ഇടപാടുകളാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണോ ഈ കുഞ്ഞിനെ കൊല ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നത്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് സാമ്പത്തിക ബാധ്യത ഈ കുടുംബത്തിനുണ്ട് എന്നുള്ളത് തുടക്കം മുതൽ തന്നെ കുടുംബം പറയുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് സഹോദരങ്ങൾ, അടുത്ത ബന്ധുക്കൾ, ജനപ്രതിനിധികൾ അടക്കമുള്ളവർ 1.5 കോടിയിലധികം രൂപയുടെ കടബാധ്യത ഈ കുടുംബത്തിനുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഒരു ആത്മഹത്യ ചെയ്ത് കുട്ടീനെ കൊന്നതിന് ശേഷം എല്ലാ കുടുംബാംഗങ്ങൾക്കും ആത്മഹത്യ ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു അതോ മറ്റെന്തെങ്കിലും ആയിരുന്നു എന്നുള്ള സംശയങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ അതല്ല, മറിച്ച് കുട്ടിയുടെ അമ്മാവൻ തന്നെ കുട്ടിയെ കൊലപ്പെടുത്തി ഈ കിണറ്റിലേക്ക് എറിഞ്ഞു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകളായിരുന്നു വന്നിട്ടുള്ളത്. എന്തായാലും അമ്മാവൻ സമ്മതിച്ചിരിക്കുകയാണ് ജീവനോട് തന്നെ കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞു കൊന്നു എന്നുള്ളതാണ്. എന്തായാലും അതിൽ ഇപ്പോഴും മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. മൊഴി മാറ്റി ഹരികുമാർ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മണിക്കൂറിലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ ഇപ്പോഴും കൃത്യമായൊരു നിഗമനത്തിൽ പോലീസിന് എത്താനാകാത്ത കാരണത്താലാവാം ഈ കുഞ്ഞിൻ്റെ മൃതദേഹം വിട്ടുകൊടുക്കുമ്പോഴും അവരെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നത്, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് കൃഷ്ണരാജ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതെന്താണ്, എന്തിൻ്റെ പേരിലാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസിനെ കണ്ടെത്തേണ്ടതുള്ളത്. അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വീട്ടിൽ നിരന്തരം സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞൊക്കെ തർക്കങ്ങളും പ്രശ്നങ്ങളും വഴക്കുകളും പതിവായിരുന്നു. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ചില സംഘർഷങ്ങൾ ഈ വീട്ടിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് അയൽവാസികളടക്കം പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഈ 2 വയസ്സുകാരി കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു, ഇത്തരത്തിലൊരു അരും കൊലയ്ക്ക് ആ കുട്ടിയെ ഇരയാക്കാൻ ഉണ്ടായത് എന്നുള്ളൊരു കാര്യത്തിലാണ് പോലീസ് വ്യക്തത തേടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മാവൻ കൊല ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അമ്മാവൻ കൊലപ്പെടുത്തി എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് അമ്മാവൻ തന്നെ എത്തുന്ന ഒരു സാഹചര്യം, കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞു എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് അമ്മാവൻ മൊഴി നൽകുന്ന ഒരു പശ്ചാത്തലം, ഇതൊക്കെ പരിശോധിച്ചുകൊണ്ട് കൃത്യമായൊരു വ്യക്തതയിലേക്ക് എത്തുകയാണ്. ഏതെങ്കിലും തരത്തിൽ അമ്മയെ സഹായിക്കാൻ അമ്മയെ സഹായിക്കാൻ അമ്മയുടെ സഹോദരൻ ഹരികുമാർ ഇടപെട്ടതാണോ, അമ്മയാണോ ഇതിൽ കൊലപാതകം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ആ വ്യക്തതയ്ക്ക് വേണ്ടിയും ഒപ്പം തന്നെ കൊലപാതകം നടത്താനുണ്ടായ കാരണത്തിനും സാഹചര്യത്തിനും വേണ്ടിയിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ് ഈ ഘട്ടത്തിൽ. എന്തായാലും അന്തിമമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് ഈ ഘട്ടത്തിലും പോലീസ് കടന്നിട്ടില്ല എന്നുള്ളതാണ് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഷാജിയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാലും ചോദ്യം ചെയ്യൽ ഇപ്പോഴും ഈ മണിക്കൂറിലും ബാലരാമപുരം പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്ത 4 പേരും ഈ മണിക്കൂറിലും ഈ സ്റ്റേഷനിൽ തന്നെ തുടരുകയും ചെയ്യുകയാണ്. കൃഷ്ണരാജ്. രശ്മി, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തുവല്ലോ. ഈ എന്തെങ്കിലും പ്രാഥമിക വിവരങ്ങൾ ലഭ്യമാണോ? നേരത്തെ പ്രത്യക്ഷത്തിൽ മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തിയിരുന്നു. ജീവനോടെ കിണറ്റിലെറിഞ്ഞ് കൊന്നതാണ് എന്ന്, ഒരുപക്ഷെ വെള്ളത്തിലേക്കാകാം കുട്ടി നേരെ ചെന്ന് വീണത്, അതുകൊണ്ട് മുറിവുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാവാം. ഏതായാലും എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുറമെ മുറിവുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. കിണറ്റിലേക്ക് ഇട്ടത് കൊണ്ട് തന്നെ കുഞ്ഞ് വെള്ളം കുടിച്ച് മരിച്ചതാകാം. ഏതായാലും എന്താണ് ഇതിന്റെ പ്രധാന കാരണം എന്നുള്ള
ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച റിപ്പോർട്ട് പോലീസിന് കൈമാറും. ഇത് വളരെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം തന്നെയാണ്. ജീവനോട് തന്നെയാണ് കുഞ്ഞിനെ കിണറ്റിലിട്ടു എന്നുള്ളതാണ് അമ്മാവൻ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നതിന് കാരണം. ഏതായാലും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 1.5 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പൂർത്തീകരിച്ചത്. അതിനുശേഷമാണ് കുഞ്ഞിന്റെ 2 ബന്ധുക്കൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങിയത്. അതിനുശേഷം അവർ ഇപ്പോൾ ബാലരാമപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. മുത്തശ്ശിയായ രാഗിണിയുടെ കുടുംബ വീട്ടിലായിരിക്കും മൃതദേഹം സംസ്കരിക്കുക എന്നുള്ളതാണ്. അതേസമയം തന്നെയാണ് മറുവശത്ത് ഈ അമ്മാവൻ അമ്മ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തത് തുടരുന്നത്. ഈ കിണറ്റിലിട്ട് കൊന്നു എന്നുള്ള കാര്യം അമ്മാവന്റെ മൊഴിയിൽ പറയുമ്പോഴും ഇവരുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുക്കാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ തുടരുന്നത്. കുറ്റം ഏറ്റുപറയുന്നത് മറ്റുള്ളവരെ രക്ഷിക്കാനാണോ എന്നുള്ളൊരു സംശയമാണ് പോലീസിന്. അതാണ് ഈ കുട്ടിയുടെ അമ്മാവൻ രാവിലെ മുതൽ ഇവരെല്ലാവരും പറയുന്നത് ഓരോ കാര്യങ്ങളാണ്. കുട്ടിയുടെ അച്ഛനുമേൽ ഈ കുറ്റകൃത്യം ആരോപിക്കാനായിരുന്നു പലരും ശ്രമിച്ചത്. അമ്മാവനൊടുവിൽ പറയുകയും ചെയ്തു, നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ എന്ന്. അതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് ഹരികുമാർ ജീവനോടെ കിണറ്റിലെറിഞ്ഞ് കൊന്നു എന്ന്. പക്ഷേ അതിൽ പോലീസ് വിശ്വസിക്കുന്നില്ല. കാരണം ഈ മൊഴികളിലെ വൈരുദ്ധ്യം, അപ്പാടെ ദുരൂഹത. അതുകൊണ്ട് തന്നെ ഹരികുമാർ പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിക്കാൻ തയ്യാറല്ല പോലീസ്. കാരണം സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടിയാണോ ഈ കുറ്റസമ്മതം എന്ന ചോദ്യമാണ് അവിടെയുള്ളത്. ഏതായാലും വാട്സപ്പ് ചാറ്റുകൾ പരിശോധിക്കുന്നുണ്ട്. ഈ സഹോദരിയുടെയും സഹോദരൻ്റെയും ഹരികുമാറിൻ്റെയും ഈ കുട്ടിയുടെ അമ്മയുടെയും വാട്സപ്പ് ചാറ്റുകൾ പരിശോധിക്കുന്നുണ്ട്. എന്തെങ്കിലും ഗൂഢാലോചനകൾ നടന്നുവോ? ഈ കുട്ടിയുടെ അച്ഛനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമം നടന്നോ? അങ്ങനെ പലതും സംശയിക്കുന്നുണ്ട് പോലീസ്. ഏതായാലും കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. മുത്തശ്ശിയുടെ വീട്ടിൽ തന്നെ സംസ്കരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനിയും രശ്മി കാർത്തികയും.